മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. മധുരമുള്ള പലഹാരമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എങ്ങനെയാണിത് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടിയപ്പം അതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കണം അതേ അരിപ്പൊടിയാണ്. അതുപോലത്തെ ഒരു കപ്പിൽ തന്നെയാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ അച്ചുണ്ട്. പൊടിയൊക്കെ പാടെ നമുക്ക് മധുരം എത്ര വേണോ അത്ര എടുത്താൽ മതി. പിന്നീട് ഞാൻ ഒരു മുറി തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എള്ള്, ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ നേരിയ ചൂടിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സൗകര്യം പോലെ ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവരുത്. ചെറിയ തോതിലൊന്ന് നിറവ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ടൈം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ പച്ചരി കുതിർത്താൻ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്താലും മതി. നല്ല നൈസ് പൊടിയാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വാങ്ങിക്കുന്ന പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരിപ്പൊടി വറുത്ത ശേഷം നമുക്കത് മാറ്റി വെച്ച് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി എടുത്തത് അതേ പാത്രത്തിൽ തന്നെ 1.5 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് ശർക്കര അലിയിപ്പിച്ചെടുക്കാനാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് ശർക്കര മൊത്തം ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. അരിപ്പൊടി ഇളക്കി അതേ ചട്ടുകം വെച്ചിട്ട് ഞാൻ ഈ വെള്ളം ഇളക്കിയത് കൊണ്ടാണ് അതിനൊരു വൈറ്റ് കളർ വന്നത്. ഈ ശർക്കര കല്ലുള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ അലിയിപ്പിച്ച ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം. എനിക്ക് കിട്ടിയ ശർക്കര കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ശർക്കര ഈ വെള്ളത്തിൽ ഇതുപോലെ തിളച്ച് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കയുടെ പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഇനി ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ല ഇനി ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അടിക്ക് വല്ലാതെ പിടിക്കരുത്. ഈ വെള്ളത്തിൽ നമുക്ക് ഈ പൊടി നന്നായിട്ട് നനച്ച് കുഴച്ചെടുക്കണം. ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ നമുക്കത് ശരിയായിട്ട് വരും. ഞാനൊരു ചെറിയ ചൂടിലാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അത് ശ്രദ്ധിച്ച് ചെയ്യണം. വെള്ളം കൂടുതൽ ഇതിലത്തെ വറ്റി പോവരുത്. ഈ വെള്ളത്തിൽ വേണം നമുക്ക് ഈ പൊടി നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുഴയ്ക്കുമല്ലോ, അതുപോലെ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയി കിട്ടണം. പൊടിയായിട്ട് കിടക്കരുത്. ഇതുപോലെ വെന്ത് കിട്ടുന്ന ശേഷം നമുക്കതും മാറ്റി വയ്ക്കാം. ഇത്രയും മതി. ഇനി വേണ്ടത് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ നമുക്ക് നാളികേര കൊത്തിട്ട് കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. 2-2.5 ടീസ്പൂണായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് അത്യാവശ്യം വേണം. ഇത് മൂത്ത് കിട്ടണം. അതിൽ വേണം ഈ നെയ്യിൽ വേണം നമുക്ക് ഈ നാളികേരം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ ഇനി നമ്മളിത് എണ്ണയോ ഒന്നും ഉപയോഗിക്കണില്ല. നെയ്യോ അതുപോലത്തെ ഒന്നും ഇതിൽ ഉപയോഗിക്കണില്ല. ആവിയിലാണത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതൊരു വിധം മൂത്ത് കിട്ടിയാൽ മതി. വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട. കുറച്ചൊക്കെ അതിൻ്റെ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് വിട്ട് കിട്ടിയാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എള്ളും കൂടിയും ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആ ചൂടിൽ അത് മൂത്ത് കിട്ടിക്കോളും. എള്ളും കരിഞ്ഞു പോവരുത്. എള്ളും തേങ്ങയും കൂടി നമുക്ക് ഒരുമാതിരി മൂപ്പായാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി നമ്മൾ എടുത്ത് ആദ്യം തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം.
ഇത് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തേക്കും ഈ എള്ളും തേങ്ങ ആവണ വിധത്തിൽ ഇത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്തിട്ടാൽ മതി, സ്റ്റവിൽ വെക്കരുത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതായ ശേഷം ഇതൊന്ന് ചൂടാറി കിട്ടണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നാളികേരത്തിനും എള്ളിനൊക്കെ ഇപ്പോൾ ഒരു ചൂടുണ്ടല്ലോ ആ നെയ്യ് ഒഴിച്ചതുകൊണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തണുത്ത് കിട്ടട്ടെ. അതുവരെ നമുക്ക് ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വേണം പിന്നീട് അത് കുഴച്ച് ഷേപ്പാക്കി എടുക്കാൻ. ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മൾ കൈ വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ചൂട് കാരണം നമ്മളൊന്ന് ചട്ടുകം വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തണുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണില്ലേ, അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. കാരണം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ ഈ മാവ് പൊടി. അതുകൊണ്ട് ഇനി കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് കുറച്ച് വലിയ ഉരുളയാക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. ഇത്രയും മതി. നമ്മൾ ഈ വിരലിൻ്റെ ഷേപ്പിലാണ് നമുക്ക് ഈ പലഹാരം തയ്യാറായിട്ട് കിട്ടുക. ഇത്രയും മതി. ഒരെണ്ണം കൂടി ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ഉരുളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുതാക്ക്. ഇനി കുറച്ച് ചെറുത് വേണമെങ്കിൽ അതുപോലെയും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസായിട്ട് തന്നെയാണ് അത് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ രണ്ട് ഉരുള ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ അത് കിട്ടുന്നത്. ഞാൻ 2 പാത്രത്തിലേക്കായിട്ടാണ് ഇത് ഉരുട്ടി ശരിയാക്കി എടുത്തത്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു സ്റ്റീമർ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് വേവിച്ചിട്ട് എല്ലാം കൂടി ഒരു പ്രാവശ്യമായിട്ട് വയ്ക്കാം. അതിൻ്റെ തട്ടെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഞാൻ നെയ്യാണ് തടവി കൊടുക്കുന്നത്. നെയ്യിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ നല്ലത്. വേറെ എണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാവുന്നേക്കാളും ആവിയിൽ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എണ്ണ തടവിയിട്ട് നമുക്കതിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. എണ്ണയല്ല നെയ്യ് തടവിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പെറുക്കി വയ്ക്കാം. 12-13 ഉരുളകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം അത് ഒന്നിച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റോളം ഇത് വേവിക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇത് തുറന്നു നോക്കാം. ഞാൻ ഒന്നിച്ച് അടപ്പ് തുറക്കാത്തത് ഇതിൻ്റെ ആവി തട്ടിയിട്ട് നമ്മളെ മൊബൈലിൻ്റെ ക്യാമറ മങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ആവി പോകുന്ന ഒരടപ്പ് ഇങ്ങനെ പിടിച്ച് നിന്നത്. ഇപ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നന്നായിട്ട് കണ്ട് ഒന്നിനോടൊന്നും ഒട്ടാതെ വേറെ ഇട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നന്നായി തണുത്ത ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ എടുക്കേണ്ടത്. ഇതുപോലെയാണ് അപ്പോൾ നമുക്കത് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഇതൊന്ന് മുറിച്ച് നോക്കാം. നമുക്ക് ഈ നാളികേരത്തിൻ്റെ പീസ് ഇങ്ങനെ ഉള്ളിൽ ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.